ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒരു റെസിപ്പി വീഡിയോ ചെയ്യുന്നത്. വെക്കേഷന് നാട്ടിൽ പോയ കാരണം പ്രോപ്പറായിട്ട് വീഡിയോസൊന്നും എടുക്കാനും അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. ഇന്നത്തേത് ഓവനൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന കാരമൽ ബ്രെഡ് പുഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു അര കപ്പ് പഞ്ചസാരയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി അതിനെ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. ബോയിൽ ചെയ്യുന്ന വേണ്ട, നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ സ്റ്റൗ ഒന്ന് മാറ്റാം. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ബ്രെഡ് സ്ലൈസസ് ആണ്. ഞാനിവിടെ 3 ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ സൈഡ് കട്ട് ചെയ്തിട്ട് ചെറുതായി കട്ട് ചെയ്ത് വെച്ചതാണ്. അതിലേക്ക് നമ്മൾ ഈ ചൂടായിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു അൺസോൾട്ടഡ് ബട്ടർ 1 ടേബിൾ സ്പൂൺ, ഒരു 15 ഗ്രാംസ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇതൊന്ന് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് കാരമൽ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഒരു 1/3 കപ്പ് ഷുഗറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇത് ഇളക്കരുത്. പഞ്ചസാര മെൽറ്റ് ആവണ വരെ നമ്മൾ ഇളക്കി കൊടുക്കരുത്. ഇടയ്ക്കിടയ്ക്ക് പാൻ ഒന്നിങ്ങനെ ഷേക്ക് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ സൈഡിൽ നിന്ന് ഇങ്ങനെ കളർ ചേഞ്ച് വരുന്നത് കാണാം. ഫ്ലെയിം എപ്പോഴും ലോ ആയി തന്നെ വെക്കുക. നല്ലൊരു ആംബർ കളർ ആവണ വരെയാണ് നമ്മളിത് കുക്ക് ചെയ്യേണ്ടത്. ഒരുപാട് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനൊരു കരിഞ്ഞ ടേസ്റ്റ് വരും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഉണ്ടാക്കുന്നത് അതിലേക്ക് ഈ കാരമൽ ഒഴിച്ചു കൊടുക്കണം. ഞാനിവിടെ ചെറിയൊരു ചോറ്റുപാത്രമാണ് എടുത്തിട്ടുള്ളത്. ഒരു 5 ഇഞ്ച് വട്ടത്തിലുള്ള ചോറ്റുപാത്രമാണ് എടുത്തിട്ടുള്ളത്. അടുത്തായിട്ട് നമ്മൾ പാലും ബ്രെഡും കൂടിയുള്ള മിക്സും എഗ്ഗും പിന്നെ വനില എക്സ്ട്രാക്റ്റും കൂടി ഒന്ന് അടിച്ചെടുക്കുകയാണ്. ഞാനിവിടെ വനില എക്സ്ട്രാക്റ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊരു 4-5 ഡ്രോപ്സ് മതി. വനില എസൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു 1/2 ടീസ്പൂണൊക്കെ ഒഴിക്കാം. അതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് അരിച്ചെടുത്തിട്ട് ഈ പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിന് ലിഡ് ഉണ്ടായതുകൊണ്ട് ഞാൻ അത് വെച്ചിട്ട് തന്നെയാണ് ഇത് മൂടുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫോയിൽ പേപ്പർ വെച്ച് കവർ ചെയ്താലും മതി. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതിൻ്റെ താഴെ ഒരു കിച്ചൺ ടവലോ എന്തെങ്കിലും വെച്ച് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഈ പാത്രം ഇറക്കി വെച്ചിട്ട് ഒരു 40 to 45 മിനിറ്റ്സ് കുക്ക് ചെയ്തിട്ടെടുക്കുകയാണ്. ഒരു 40 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കിയിട്ട് സെറ്റായിട്ടുണ്ടെങ്കിൽ അതിനെ പുറത്തെടുക്കാം. എന്നിട്ട് അത് റൂം ടെമ്പറേച്ചർ എത്തുന്ന വരെ വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം ഒരു 2 മുതൽ 4 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടാണ് നമ്മളിതിനെ സെർവ് ചെയ്യണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, ഓവൻ്റെ ആവശ്യമില്ല. എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നാട്ടിലാകുമ്പോൾ വീഡിയോ ചെയ്യുന്ന സമയത്തൊക്കെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടാവും. ഇതെൻ്റെ കസിനാണ്. അവന് പുഡിങ് ടേസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.